ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായില്ലേ നമ്മളെ ആഫ്റ്റർ ഡെലിവറി കെയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടുത്തെ ആ ഒരു നമ്മളെ പ്രസവരക്ഷ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അപ്പം അതെല്ലാം ആയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇടണ്ടെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ടായിന് ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഒന്ന് പറയുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ആകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെന്നാ പറയുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് സഹ്യ ആയുർവേദിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ്. അപ്പം ആടെ ഞാൻ 21 ദിവസത്തെ പാക്കേജ് ആയിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായത്. പിന്നെ നമ്മളിങ്ങോട്ടെല്ലാം ഒരുപാട് നോക്കിയിട്ടുണ്ടായിന്, കണ്ണൂർ, കാസർഗോഡ് ആ ഒരു ഭാഗത്ത്, കാഞ്ഞങ്ങാട് ഭാഗത്തെല്ലാം ഉണ്ട് കേട്ടോ ഇത്. പക്ഷെ എല്ലായിടത്തും നോക്കിയിട്ടും എല്ലാ റിവ്യൂസും ഇതെല്ലാം ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അങ്ങനെ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇതായിരുന്നു എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായത്. കാരണം ഇവർക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇതാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കാര്യം ഞാൻ ഇതിൻ്റെ തന്നെ ഒരുപാട് റിവ്യൂസ് എല്ലാം നോക്കിയിട്ട് അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ ഇവിടെ ബുക്കിംഗ് എല്ലാം ഫുള്ളാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞങ്ങനെ ഇതായിട്ടാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായത്. കാരണം നമ്മൾ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് നമ്മൾ നാട്ടിൽ വരാനായ ആ ഒരു ടൈമിനായിരുന്നു കേട്ടോ നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ നമുക്കൊരു ഡേറ്റ് തന്ന്, എന്തായാലും ഇപ്പോൾ നമ്മൾ ഡെലിവറി ഡേറ്റ് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് ഡോക്ടർ തന്നാലും. അപ്പോൾ ആ ഒരു ഡേറ്റിനാണ് ഇവിടെ കറക്റ്റ് വരുന്നത്. പക്ഷെ ഞാൻ വന്നത് നമ്മൾ ഡെലിവറിയിലെ കഴിഞ്ഞൊരു 10 days കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അടുത്തേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 21 ദിവസത്തെ പാക്കേജ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായത്. അതുപോലെ ഇവിടെ ഓരോരോ പാക്കേജാണ് കേട്ടോ ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ 7 ദിവസത്തെ പാക്കേജ് എടുക്കാം, 14 ദിവസം, പിന്നെ 21 ദിവസം, 28 ദിവസം, 40 ദിവസം, അങ്ങനെ എല്ലാം ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ 21 ദിവസമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം 21 ദിവസം ആകുമ്പം തന്നെ നമുക്കൊരു ഇതാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ 21 ദിവസത്തെ പാക്കേജ് അങ്ങനെ എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 10 days എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഇവിടെ വന്ന് പിന്നെ ഇവിടുന്ന് നമ്മൾ ഈ അരിഷ്ടം, കഷായം, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ ആ ഒരു പാക്കേജിൽ തന്നെ ഇൻക്ലൂഡാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ടൈമിൽ നമ്മൾ ഇതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്ന് പിറ്റേന്ന് തന്നെ നമുക്ക് ഈ ഒരു അരിഷ്ടമെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് കഴിയുന്ന വരെയാണ് നമുക്കൊന്ന് 7 ദിവസം എങ്ങാനാന്ന് തോന്നട്ടെ ഇതില്ലത്, 7 14 ദിവസത്തേക്കോ ഇതുണ്ട് ഈ ഒരു ബോട്ടിൽ. രാവിലെയും വൈകുന്നേരവും കുടിക്കേണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് കഷായം സ്റ്റാർട്ട് ചെയ്യലാണ്. പിന്നെ ഞാൻ ഫുഡിൻ്റെ എല്ലാം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ, ഫുഡ് ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഇട്ടുള്ളത്. പിന്നെ രാവിലെ ഈ ഒരു ഡെലിവറീൻ്റെ ആ ഒരു വേദഗുളി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മളെ മുടിക്കും നമ്മളെ താരന്, മുടി വളർച്ച, തലവേദന, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതിനെല്ലാം. പിന്നെ ഇത് ആയുർവേദിക്കിൻ്റെ സംഭവങ്ങളായതുകൊണ്ട് തന്നെ നമ്മളെ ബോഡിക്കെല്ലാം നല്ല ഇതായിട്ടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ എനിക്ക് നല്ല ബോഡി പെയിനും കാര്യങ്ങളെല്ലാം ഇല്ലോണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വരാൻ തന്നെ ഒരു കാര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഡെലിവറി ടൈമിൽ ഫുള്ള് വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനത്തെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലേ ഇതെല്ലാം ഇറങ്ങുന്നത്, മുമ്പൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇപ്പോൾ ഇത് ഇറങ്ങിയോണ്ട് തന്നെ നല്ല സുഖമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളെ പുറക്കില്ലതിനേക്കാളും നല്ലൊരു സുഖമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാര്യം നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ ഇവരെ. ഈ ഒരു സഹ്യൻ്റെ തന്നെ ഇവർക്ക് 2 സ്ഥലത്ത് ഉണ്ട് കേട്ടോ. ഇവിടെ കൊയിലാണ്ടിയിലും, നമ്മൾ പോയത് കൊയിലാണ്ടിയിൽ, പിന്നെ അവിടെ തന്നെ ഒരു ഉള്ളിയേരി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ളവർക്കെല്ലാം നല്ല സുഖമാണ്, പെട്ടെന്ന് തന്നെ പോകാം. പിന്നെ നമുക്ക് കുറച്ച് ട്രാവലിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മളിപ്പം പയ്യന്നൂരിൽ അല്ലേ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായത്. പക്ഷേ അവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് കേട്ടോ ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ട്രെയിനിലും വരെയെല്ലാം ചെയ്യാം. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായത് ട്രെയിനിലാണ് കേട്ടോ വന്നത്. പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടിക്ക് പോയി, വരുമ്പോൾ നമ്മൾ ട്രെയിനിൽ വന്ന്. പിന്നെ ഇതെല്ലാം നമ്മളെ ബോഡി പാക്ക്, പിന്നെ
എന്താ പറയുക കിഴി പിടിക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരുപാട് വേദനയും കാര്യങ്ങളെല്ലാം കുറക്കും കേട്ടോ. കാരണം നമ്മൾ ആ ഒരു ഡെലിവറി ടൈമിൽ നമ്മൾ ഒരുപാട് നമുക്ക് നീരും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, നീരും മൊത്തം വേദനയും മൊത്തത്തിലൊരു എന്താണെന്നൊരു ഒന്നൊരു ഇതുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സംഭവം, ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, ഈ ഒരു ഇത് കഴിയുന്നതോടുകൂടി നമുക്ക് നല്ലൊരു എനർജിക്ക് ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ. കാരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ല വേദനയെല്ലാം ഒരുപാടുണ്ടായിന്, മൊത്തം കാലും കൈയെല്ലാം നല്ല വേദനയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇവിടെ വന്നിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റെല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു 2-3 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു മസാജിങ് എല്ലാം ആകുമ്പോൾ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അത് പ്രത്യേകിച്ചൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് പെഡിക്യൂർ, മാനിക്യൂർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം ലാസ്റ്റ് ഡേയ്സാണ്. പിന്നെ ഈ ഒരു മുടിക്കിങ്ങനെ പുകക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. പിന്നെ ഇതെല്ലാം നമ്മളൊരു പരസ്യത്തിലെല്ലാം കാണുന്നില്ലേ, അതന്നെ നല്ല രസമുണ്ട് കേട്ടോ ഇതെല്ലാം. പിന്നെ വേറെ എന്താ, പിന്നെ അതിൽ ആ ഒരു മൂക്കിൽ വലിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതെനിക്ക് ഇത്ര ഒരു ഇഷ്ടമായിട്ടില്ല. പിന്നെ വേറെ ഇട പിന്നെ ഇതെല്ലാം ഇവരെ തന്നെയാണ് കേട്ടോ. ആ ഒരു കാജലും പിന്നെ ലിപ് ബാം അതെല്ലാം ഇവരെ തന്നെ ഉണ്ടാക്കിയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് കേട്ടോ അതെല്ലാം. പിന്നെ അതുപോലെ തന്നെ ബേബിനെ കുളിപ്പിക്കുന്നതും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. ബേബിക്ക് നല്ല മസാജിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ലൊരു കുളിപ്പിക്കൽ തന്നെയാണ് കേട്ടോ ബേബിക്കും ഇല്ലത്. ഈ ഒരു 21 ദിവസത്തെ പാക്കേജിൽ തന്നെ നമുക്ക് 2-3 തരം കിഴിയെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഞവര കിഴി, പിന്നെ നാരങ്ങ കിഴി, പിന്നെ വേറെ ഏതൊരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ബോഡിക്ക് നല്ലൊരു എഫക്റ്റീവ് തന്നെയാണ് കേട്ടോ ഈ ഒരു കിഴി പിടിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും നല്ല യൂസായിട്ട് തോന്നിയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ഈ നമുക്ക് എല്ലാതും ഇവർ ചെയ്യുന്ന ഓരോരോ ഇതും നമുക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും കേട്ടോ. സ്റ്റാഫാണെങ്കിലും നല്ല ഫ്രണ്ട്ലിയാണ്, ഡോക്ടേഴ്സാണെങ്കിലും അവർ ഡെയിലി വരും, രാവിലെയും വൈകുന്നേരം. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവരോട് പറയാം. നല്ലൊരു ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റായി റൂൾസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് നിൽക്കാം. പിന്നെ നമ്മളെ കൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഫുഡെല്ലാം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനൊന്നും ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ. അവിടെ നമുക്ക് വേണമെങ്കിൽ നോൺ വെജെല്ലാം വാങ്ങിക്കുക. പിന്നെ ഇടത്ത് ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് കഞ്ഞി സംഭവങ്ങളെല്ലാം, ഇതെല്ലാം ഇങ്ങനെ പയർ സംഭവങ്ങളെല്ലാം കുറേ ടൈപ്പ് പയറെല്ലാം ഇങ്ങനെ മുളപ്പിച്ചിട്ടെല്ലാം ആക്കിയതാണ് കേട്ടോ ഈ ഒരു കഞ്ഞിയെല്ലാം. ഇതെല്ലാം എല്ലാം കൊണ്ടും നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായി എനിക്ക്. പിന്നെ ഇനി ആരെങ്കിലും ഇങ്ങനെയെല്ലാം ഡെലിവറി കെയർ എല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല സുഖമാണ് കേട്ടോ ഇത്. പിന്നെ കുറേ ആൾക്ക് പല അഭിപ്രായങ്ങളായിരിക്കും. ഞാൻ ഡെലിവറി ടൈമിലൊന്നും കെയറിങ് ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ല, റെസ്റ്റ് എടുക്കണ്ട അങ്ങനെയെല്ലാം പറയും. പക്ഷെ അതെല്ലാം ഓരോരാളെ ഇഷ്ടമാണ് കേട്ടോ. ഓരോന്ന് ഡെലിവറി കെയർ ചെയ്യുന്നവരും ഉണ്ട്, ചെയ്യാത്തവരും ഉണ്ട്. പക്ഷെ അതെല്ലാം ഓരോരാളെ പേഴ്സണലാണ്. പിന്നെ ചില ആൾക്കാർ പറയും ഫോറിൻ കൺട്രീസിലൊന്നും ആരും ചെയ്യലില്ലല്ലോ, അവരെല്ലാം ഡെലിവറി കഴിഞ്ഞ പാടെ തന്നെ ജോലിക്ക് പോകുന്നത് എല്ലാം ചെയ്യുന്നത്. പക്ഷേ അതൊന്നും അല്ല കേട്ടോ. അതെല്ലാം വെറും നമ്മൾ തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം എല്ലാ രാജ്യത്തും ഈ ഒരു ഡെലിവറി കെയർ ഉണ്ട്. പക്ഷെ അതെല്ലാം ഓരോരോ രീതിയിലായിരിക്കും ഓരോരാളും ചെയ്യല്. നമ്മളെ നാട്ടിൽ ഈ ഒരു രീതി, അവരുടെ നാട്ടിൽ വേറൊരു രീതിയായിരിക്കും. ഇപ്പോൾ അതൊന്നും ആരും കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ലല്ലോ. കാരണം നമ്മൾ UAE സമയത്ത് തന്നെ അവിടെ പ്രഗ്നൻ്റ് ആയവർക്ക് 6 മാസം ലീവ് ഉണ്ട്. അതായത് 7-8 മാസം ആകുമ്പം ലീവ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞവർ 3 മാസം വരെ ലീവെല്ലാം കൊടുക്കും കേട്ടോ ഗവൺമെൻറ്. അങ്ങനെയല്ലാന്ന് ആടെ അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ, അവരെ ആ ഒരു റെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ജോലിക്കെല്ലാം കയറേണ്ടതില്ല. പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്താൽ നമുക്ക് കുറച്ച് നല്ലത് തന്നെയാണ്. കാര്യം ഈ പണ്ടുള്ളവരെല്ലാം പറയുന്നേക്കുന്നില്ലേ നല്ല റെസ്റ്റ് എടുക്കണം. പക്ഷേ ഇപ്പോൾ ആരും അതൊന്നും മൈൻഡ് ആക്കുന്നൊന്നുമില്ല. എന്തിനാ റെസ്റ്റ്, എന്തിനാ കിടക്കുന്നതെന്നെല്ലാം ചിന്തിക്കും. പക്ഷെ നമുക്ക് പിന്നെ എന്തായാലും നമുക്ക് വേദനയും കാര്യങ്ങളെല്ലാം വരും. കാര്യം നമ്മളൊരു കുഞ്ഞ് ജനിക്കുന്നതെന്ന് അറിയുന്ന ഒരമ്മയും കൂടി അവിടെ ജനിക്കുകയെന്ന്. അപ്പം നമ്മളെ ബോഡി എത്രത്തോളം വീക്കായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പം മാക്സിമം നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. എനിക്ക് ഇതിനോടെല്ലാം നല്ലൊരു യോജിപ്പാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഈ ഒരു ഡെലിവറി കെയർ, ഈ റെസ്റ്റ് കാര്യങ്ങൾ, ഈ കിടത്തം അതെല്ലാം വലിയ ചില ആൾക്കാരൊന്നും യോജിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു ഇതായിട്ട് കാണുന്നതാണ്. പക്ഷേ പിന്നീട് നമ്മൾ ചിന്തിക്കും നമുക്കതെല്ലാം അനങ്ങാതെ റെസ്റ്റ് എടുത്താൽ മതിയായിരുന്നു. കാര്യം നമുക്ക് ആ ഒരു ബോഡി പെയിനും ബാക്ക് പെയിനെല്ലാം നല്ല പോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡെലിവറിയെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. പിന്നെ ഇങ്ങനത്തെ സ്ഥലത്ത് തന്നെ വരണമെന്നില്ല, നമ്മളെ പുറത്തുനിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്താലും മതിയാകും.
ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഡേ നമുക്ക് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ലേഹ്യം സംഭവങ്ങളെല്ലാം തരും കേട്ടോ. അപ്പോൾ അതും നല്ല ലേഹ്യം തന്നെയാണ്. കാര്യം നമ്മളെ നാട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊളസ്ട്രോളും എണ്ണയെല്ലാം ഇതായിട്ടില്ലതല്ലേ. പക്ഷേ ഇവിടുത്തെ ഒരു 3 ടൈപ്പ് ലേഹ്യമാണ് കേട്ടോ തരുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റുമാണ്. നല്ല കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമുക്ക് കഴിക്കുകയും വേണ്ട. ഓവർ തടി വെക്കും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എക്സ്ട്രാ ഞാൻ ഇടുന്ന കാജലും പിന്നെ ഇടുത്ത ഒരു ലിപ് ബാം ഉണ്ടല്ലോ, ഈ ഒരു ലിപ് ബാം ബീട്രൂട്ടെല്ലാം ചേർത്തിട്ടാക്കുന്നതാണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ പോകുന്ന ഈ ഒരു ലാസ്റ്റ് ഡേ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം 2-3 ആൾക്കാർ പോകുന്ന ആളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങനെ കേക്കെല്ലാം കട്ടാക്കിയിട്ട് അങ്ങനെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അടുത്ത വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കിക്കോട്ടെ. നല്ല യൂസ്ഫുള്ളാവും എന്തായാലും. ആ ഒരു പ്രസവരക്ഷ, ആ ഒരു ഡെലിവറി കെയർ എന്തായാലും നല്ല തന്നെയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ല വ്ളോഗെല്ലാം ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ ബൈ ബൈ.